ഇവിടെ വണ്ടികളുടെ പേര് മാറ്റുന്നതിൽ പുതിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, ഇ-സൈൻ എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് നോക്കാം. നമസ്കാരം, ഞാൻ ഇന്ന് പുതിയൊരു വിവരം എല്ലാവരോടും ഷെയർ ചെയ്യാൻ വന്നതാണ്. നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ പേര്, അതായത് നെയിം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നേരത്തെ നമുക്ക് ഫയലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഫയൽ സബ്മിറ്റ് ചെയ്താൽ സബ്മിറ്റ് ആവുമായിരുന്നു, RTO ഓഫീസിലോട്ട് പോകുമായിരുന്നു. ആധാർ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ആധാർ വെച്ചിട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, അതുപോലെ നമ്മുടെ നോർമൽ ഫോൺ നമ്പർ വെച്ച ആപ്ലിക്കേഷൻ ഫയലിൽ സബ്മിറ്റ് ചെയ്യുമായിരുന്നു. ഇനി മുതൽ നമുക്ക് രണ്ടാമത് ഒരു സ്റ്റെപ്പ് കൂടെ, 1, 2, 3, 4 സ്റ്റെപ്പാണ് വന്നേക്കുന്നതിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇ-സൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഇതിൽ അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. ഇത് ആദ്യം ബയർക്കാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഫയലെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇ-സൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ അതിന് താഴെയായിട്ട് വരും. ആദ്യം ബയറുടെ ഇ-സൈൻ ചെയ്തതിന് ശേഷമാണ് സെല്ലറുടെ ഇ-സൈൻ ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ വരിക. അപ്പോൾ ഇത് രണ്ടും ചെയ്തതിന് ശേഷമേ എല്ലാവരും ഇനി ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുള്ളൂ. പുതുതായിട്ട് അഡീഷണലായ കുറേ മാറ്റങ്ങൾ നമ്മുടെ വാഹനാദി വന്നിട്ടുണ്ട്. അതിനകത്ത് ചെറിയ ചെറിയ അപ്ഡേഷൻസൊക്കെ വന്നത് നമുക്ക് അടുത്ത ദിവസങ്ങളിലെ വീഡിയോയ്ക്ക് അറിയിക്കാം. അപ്പം എല്ലാവർക്കും ശുഭദിനം. നമുക്ക് ഇ-സൈൻ ചെയ്യാനുള്ള ഓപ്ഷന് ഇതാണ് വരുന്നത്. ഇത് ആദ്യം സെല്ലറുടെ